നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ നാട്ടിൽ വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള തർക്കങ്ങളും അതിൻ്റെ വിതർക്കങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. പല ഭാഗത്തു നിന്നും ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ എതിർപ്പുകളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പാർലമെൻറ്റിൽ ശക്തമായ ഒരു എതിർപ്പുണ്ടായതിനെ തുടർന്ന് ഒരു JPC രൂപീകരിച്ചുകൊണ്ട്, അതായത് സംയുക്ത പാർലമെൻ്ററി സമിതി എന്ന് പറയും, ജോയിൻറ്റ് പാർലമെൻ്ററി കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് അവിടെ ഇതിനെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തുന്നതിനും അതോടൊപ്പം ഈ നിയമം നടപ്പിലാക്കുന്നതിനും ഈ നിയമ ഭേദഗതി നിലവിൽ കൊണ്ടുവരുന്നതിനും ഒക്കെ വേണ്ടി തന്നെയാണ് ഈ JPC രൂപീകരിച്ചിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ആണ് പലരും ഈ വഖഫ് ബോർഡിൻ്റെ ഈ നിയമ ഭേദഗതിയെ എതിർക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. 1995 ഈ പറയുന്ന വഖഫ് ബോർഡിന് ഒരു നിയമം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ഇത് എതിർക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ KT ജലീൽ വിശദമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കേന്ദ്ര വഖഫ് നിയമ ഭേദഗതി എന്തുകൊണ്ട് എതിർക്കപ്പെടണം എന്നാണ് അദ്ദേഹം ഉയർത്തുന്ന ഒരു ചോദ്യം. അതിനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഓരോ പോയിന്റുകളായി അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്: കൽപ്പിത വഖഫ് സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം വഖഫ് സ്വത്തായി മേലിൽ പരിഗണിക്കില്ല എന്നുള്ളതാണ്. ഈ നിയമം വരുന്നതോടുകൂടി ഇതുവരെ വഖഫിൻ്റെ സ്വത്തുക്കളായി കണക്കാക്കിയിരുന്ന പലതും അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് വരികയില്ല എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രേഖപ്രകാരം വഖഫ് ചെയ്യപ്പെടാത്ത എന്നാൽ പതിറ്റാണ്ടുകളായി വഖഫ് സ്വത്തുകളായി കണക്കാക്കപ്പെടുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഭൂമിയും സ്വത്തുവകകളുമാണ് കൽപ്പിത വഖഫ് സ്വത്തുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് പതിറ്റാണ്ടുകളായി, ഇന്നലെ തുടങ്ങിയല്ല, പതിറ്റാണ്ടുകളായി വഖഫ് സ്വത്തുകളാണ് എന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുകയും അതിൻ്റെ കൈവശാവകാശം നടത്തുകയും ഒക്കെ ചെയ്യുന്ന സ്വത്തുക്കളെയാണ് പൊതുവെ കൽപ്പിത വഖഫ് സ്വത്തുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രകാരം ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയും സ്വത്തുവകകളും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് ബോർഡുകൾക്ക് കീഴിലുണ്ട്. ഏകദേശം 2000 കോടി എന്ന ഒരു കണക്കൊക്കെയാണ് അവർ പറയുന്നത്. ഇവയുടെ മേൽ വഖഫ് ബോർഡുകൾക്കുള്ള എല്ലാ അധികാരങ്ങളും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതിയോടുകൂടി ഇല്ലാതെയാകും. അതായത് ഈ പറയുന്ന സ്വത്തുക്കളുടെ എല്ലാം, ഈ കോടിക്കണക്കിനായി വരുന്ന, ഏക്കർ കണക്കിന് വരുന്ന സ്വത്തുക്കളുടെ എല്ലാം അവകാശം വഖഫ് ബോർഡിൽ നിന്ന് മാറ്റപ്പെടും എന്നുള്ളതാണ് അതിനകത്തിലെ അദ്ദേഹം പറയുന്ന ആദ്യത്തെ ഒരു പോയിന്റ്. മാത്രവുമല്ല, സർക്കാരുകൾക്ക് ഇവരുടെ ആവശ്യങ്ങൾക്കായി ഇത്തരം ഭൂമിയും കെട്ടിടങ്ങളും സ്വത്തുവകകളും യഥേഷ്ടം ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കാര്യം, ഇവർക്ക് ഈ വഖഫ് ബോർഡിൻ്റേതല്ലാതായിത്തീരുന്ന ഈ സ്വത്തുവകകളെല്ലാം സർക്കാരിന് നേരത്തെ അത് കൃത്യമായി റവന്യൂ വകുപ്പുമായി ഇടപെട്ടുകൊണ്ട് അതിനെ അളന്ന് തിട്ടപ്പെടുത്തി റവന്യൂ ഭൂമി എന്നുള്ള നിലയിലേക്ക് അതിനെ തരം മാറ്റി എടുക്കാൻ സാഹചര്യമുണ്ടാകും. ഇത് ആത്യന്തികമായി വഖഫ് സ്വത്തുകളിൽ ഇത് നിലനിൽക്കുന്ന ഒരു വലിയ ഭീമമായ ഇടിവിന് കാരണമായി തീരും. അതാണ് ജലീൽ ഉയർത്തുന്ന ഒന്നാമത്തെ വാദം എന്ന് പറഞ്ഞാൽ. എന്താണ് വഖഫിന് സ്വത്തുക്കൾ വരുന്നതെന്ന് പറഞ്ഞാൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഒരു നീക്കിവെക്കുന്ന സ്വത്തുക്കൾ എന്നുള്ള കണക്കിലാണ്. ദൈവത്തിൻ്റെ നിയോഗപ്രകാരം അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വത്തുക്കൾ എന്നുള്ളതാണ് വഖഫ് സ്വത്തുക്കൾ. ഇത് പലരും ഇതിനു വേണ്ടി കൊടുക്കുന്നതാവാം, പലരും ആ രീതിയിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ എന്നുള്ള നിലയിൽ മാത്രം അവർക്ക് നിൽക്കാം. പക്ഷേ അതിൻ്റെ ഉടമസ്ഥാവകാശം എപ്പോഴും ഈ വഖഫ് ബോർഡിനായിരിക്കും. അപ്പം അങ്ങനെ ആ രീതിയിൽ ആ സ്വത്തുക്കൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഖഫിന് ഇനി മുതൽ അത്തരം സ്വത്തുക്കൾ മേൽ യാതൊരു അവകാശവുമില്ല. അവർ കൃത്യമായി അതിനൊരു രൂപരേഖയുണ്ടാക്കി കൃത്യമായി അതിനെ അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം ഇതിൽ നിന്ന് കുറേയധികം സ്വത്തുക്കളുടെ അധികാരവും അവകാശവും സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കുന്ന ഒരു രീതിയാണ് വഖഫ് നിയമ ഭേദഗതി എന്തുകൊണ്ട് എതിർക്കപ്പെടണം എന്നുള്ളതിന് KT ജലീൽ പറയുന്ന ഒന്നാമത്തെ ന്യായം. 2 നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ കേന്ദ്രതലത്തിൽ ഒരു വഖഫ് ബോർഡേ ഉള്ളൂ. എല്ലാ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ പ്രതിനിധികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ പുതിയ ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ വഖഫ് സ്വത്തുകൾ 2ആയി വിഭജിക്കപ്പെടാൻ പോവുകയാണ്. അവിടെ ഒരു വിഭജനത്തിന്റെ മണം നമുക്ക് അടിക്കുന്നുണ്ട് എന്ന് തോന്നാം. സുന്നി വഖഫ് സ്വത്തുകൾ എന്നും ഷിയ വഖഫ് സ്വത്തുക്കൾ എന്നും, എന്നിട്ട് 2ന്റെയും ഭരണ നിർവഹണത്തിന് പ്രത്യേക വഖഫ് ബോർഡുകൾ നിലവിൽ വരാനാണ് സാധ്യത. ഇതുവരെ ഷിയ സുന്നി എന്ന് പറയുന്ന 2 മുസ്ലിം വിഭാഗങ്ങളുണ്ട്. അപ്പം ഈ രീതിയിൽ വഖഫ് സ്വത്തുകൾ ഡിവൈഡ് ചെയ്യപ്പെടുന്നു. അതായത് മുസ്ലിം എന്ന് പറയുന്ന ഒരു വലിയ സമൂഹത്തെ തന്നെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു നിയമം കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ വഖഫിൻ്റെ ഈ പറയുന്ന ഷിയകൾക്ക് വഖഫ് സ്വത്തുക്കൾ ഉണ്ടാവും, സുന്നികൾക്ക് വഖഫ് സ്വത്തുക്കൾ ഉണ്ടാവും. ഇത് രണ്ടും 2ആയി മുറിച്ചു മാറ്റുന്നു. ഐക്യത്തിൽ കഴിഞ്ഞിരുന്ന, അതാണ് അതിനകത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഐക്യത്തിൽ കഴിഞ്ഞിരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന് ഈ നിയമം ഇടവരുത്തും എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായൊരു കാര്യം.
അതായത് ഇതിലൊരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോൾ, ഈ സ്വത്തുക്കൾ വിഭജിക്കുമ്പോൾ ഉള്ള ഏറ്റക്കുറച്ചിൽ മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു വലിയ തോതിലുള്ള ഒരു ഭിന്നിപ്പിനിടയാക്കും എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇത് എതിർക്കപ്പെടണം എന്നുള്ളതിൽ ജലീൽ പറയുന്ന രണ്ടാമത്തെ പോയിന്റ്. ഇനി നമുക്ക് മൂന്നാമത് അദ്ദേഹം പറയുന്നത്, 2 അമുസ്ലിം പ്രതിനിധികൾ ബോർഡിൽ ഉണ്ടാകുമെന്ന് പുതിയ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. അതായത് ഇതുവരെ വഖഫ് ബോർഡിൽ എപ്പോഴും ഉണ്ടാകുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. എന്നാൽ പുതിയ നിയമം വരുന്നതോടുകൂടി 2 അമുസ്ലിമായ പ്രതിനിധികളെ, അതായത് ഹിന്ദു മതത്തിൽ നിന്നോ ക്രിസ്ത്യൻ മതത്തിൽ നിന്നോ ഒക്കെയുള്ള 2 പ്രതിനിധികളെ കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കും എന്നുള്ളതാണ്. അതായത് നമുക്കറിയാവുന്ന പോലെ ഈ വഖഫിന്റെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് എപ്പോഴും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷേ ഈ നിയമം വരുമ്പോൾ ഇവരുടെ ഈ വഖഫിനുള്ളിലേക്ക്, വഖഫ് സമിതിയിലേക്ക് 2 ഹിന്ദുവോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ ജൈനനോ പാഴ്സിയോ എന്ന് പറയുന്ന കുറേ 2 പേരെ കൂടി ഉൾപ്പെടുത്താം, ഏത് മതത്തിൽ നിന്നും വേണമെങ്കിലും ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് കെ സി വേണുഗോപാൽ സഭയിൽ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. സഭയിൽ അദ്ദേഹം ചോദിച്ചിരിക്കുന്നു, നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മറ്റു മതക്കാരനെ ഉൾപ്പെടുത്തുമോ? നമുക്കറിയാം, നമ്മുടെ ദൈവങ്ങൾ പോലും ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന നാദമുള്ള, ശബ്ദമുള്ള യേശുദാസിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ ക്ഷേത്ര സന്ദർശനത്തിന് പോലും, ക്ഷേത്ര സന്ദർശനത്തിന് ഈ നാട്ടിൽ സാധാരണക്കാർക്ക്, അതായത് താണ സമുദായം എന്ന് വരേണ്യവർഗ്ഗക്കാർ വിധി എഴുതിയവർക്ക് ക്ഷേത്ര പ്രവേശനം പാടില്ല അല്ലെങ്കിൽ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ കേരളം. അപ്പോൾ ഈ രീതിയിലെല്ലാം ഒരു വരേണ്യവർഗം കൊണ്ടാടപ്പെട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് ക്ഷേത്ര ആചാരങ്ങൾ എന്ന് നമുക്കറിയാം. പ്രധാനപ്പെട്ട, അപ്പം വൈക്കം സത്യാഗ്രഹം നമുക്കെടുത്ത് പരിശോധിക്കാം, ഗുരുവായൂർ സത്യാഗ്രഹം, അതിനുശേഷം ഉണ്ടായ ക്ഷേത്ര പ്രവേശന വിളംബരം, ഇതൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡിൽ ഒരു മുസ്ലിമിനെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ ഉൾപ്പെടുത്താൻ തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യം കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം സഭയിൽ ഉയർത്തിയിരുന്നു. അത് വളരെ പ്രസക്തമാണ് എന്ന് കാണാം. ആ സാഹചര്യത്തിലാണ് വഖഫ് ബോർഡിലേക്ക് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആയ 2 പേരെ ഉൾപ്പെടുത്താൻ, ക്രിസ്ത്യാനി ഹിന്ദു ഞാൻ പറഞ്ഞു എന്നുള്ളൂ, 2 മതത്തിൽപ്പെട്ടവരെ അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽപ്പെട്ടവരെ 2 പേരെ ഉൾപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ നിയമ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പം അതിലുണ്ടാകുന്ന ഒരു ഭിന്നിപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് 4ാമത്തെ പോയിന്റും കെ ടി ജലീൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി, അതായത് CEO ആയി ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥനെയും സംസ്ഥാന സർക്കാരുകൾക്ക് നിയമിക്കാൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വഖഫ് നിയമ ഭേദഗതിയിലൂടെ അധികാരം ലഭിക്കും എന്നുള്ളതാണ്. അതിൻ്റെ CEO ആയി ഏത് മതത്തിൽപ്പെട്ട ഒരാളെ വേണമെങ്കിലും അവിടെ നിയമിക്കാൻ കഴിയും. നിലവിൽ വഖഫ് ബോർഡിന്റെ അനുമതിയോടെ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് CEOമാരെ നിയമിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. സാധാരണഗതിയിൽ മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരെയാണ് CEOമാരായി നിയമിക്കാറ്. അതിന് മാറ്റം വരും. ഇപ്പോൾ നിലവിലത്തെ നിയമം അനുസരിച്ച് നോക്കുമ്പോൾ ഇതിന് സംസ്ഥാന സർക്കാരുകൾക്ക് മുസ്ലിം ആയിരിക്കുന്ന ഒരാളെ മാത്രമേ ഒരു CEO, വഖഫ് ബോർഡിന്റെ CEO ആയിട്ട് നിയമിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഈ നിയമം വന്നു കഴിയുമ്പോൾ ഏത് മതത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയെ വേണമെങ്കിലും ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ CEO ആയി നിയമിക്കാൻ കഴിയും എന്നുള്ളതാണ്. കംപ്ലീറ്റ് മുസ്ലിംസിന്റെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ വാനിഷ് ചെയ്തു പോകുന്ന ഒരു നിയമ ഭേദഗതിയായിട്ട് തന്നെ നമുക്കിനെ മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്ത 5ാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, സംസ്ഥാന വഖഫ് ബോർഡിലേക്ക് 2 MLAമാരുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നത് 1 ചുരുങ്ങും. ദേവസ്വം ബോർഡുകളിലേക്കുള്ള പ്രതിനിധികളെ നിയമസഭകളിലെ ഹൈന്ദവ സമുദായ അംഗങ്ങൾ തിരഞ്ഞെടുക്കും പ്രകാരം മുസ്ലിം MLAമാർ വഖഫ് ബോർഡിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതി ഭേദഗതി പാസ്സാകുന്നതോടെ അവസാനിക്കും. വഖഫ് ബോർഡിലേക്കുള്ള നിയമസഭാ സാമാജികരിൽ നിന്നുള്ള ഏക പ്രതിനിധിയെ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളാവും നോമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു മാറ്റവും ഇവിടെ സംഭവിക്കും. നമുക്കറിയാം, ദേവസ്വം ബോർഡിൽ എങ്ങനെയാണ് ഹൈന്ദവ സമുദായ അംഗങ്ങൾ ആണ് തിരഞ്ഞെടുക്കുന്നത്, ഇവിടെ മുസ്ലിംസ് ആണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഈ ഒരു സംഭവം അവിടെ അവസാനിക്കും. അപ്പോൾ നിയമസഭാ സാമാജികളുടെ ഏക പ്രതിനിധിയെ ബന്ധപ്പെട്ട ഏത് സംസ്ഥാന സർക്കാരുകൾ ആകും ഇവരെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇനി 6ാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. സംസ്ഥാനത്ത് നിന്ന് സ്റ്റേറ്റ് വഖഫ് ബോർഡിലേക്കുള്ള MPമാരുടെ പ്രതിനിധിയെ മുസ്ലിം MPമാർ തിരഞ്ഞെടുക്കുന്നതിന് പകരം സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന സ്ഥിതിയാകും സംജാതമാകുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യവും ഒരു അധികാരവും ഇതോടുകൂടി ഇല്ലാതാവും എന്നുള്ളതാണ് 6ാമത്തെ പോയിന്റിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇനി 7ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുടെ കൈകാര്യക്കാരിൽ നിന്ന് 2 പ്രതിനിധികളെ വോട്ടിങ്ങിലൂടെയാണ് ഇക്കാലമത്രയും ബോർഡിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അതായത് ജനാധിപത്യ രീതിയിലാണ് തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. അവരുടെ എണ്ണം 2ൽ നിന്ന് 1 കുറച്ചു. ആ ഏകാംഗത്തെ സംസ്ഥാന സർക്കാരുകളാണ് പുതിയ നിയമം യാഥാർത്ഥ്യമാകുന്ന മുറയ്ക്ക് നാമനിർദ്ദേശം ചെയ്യുക എന്നുള്ളതാണ്. വഖഫ് ബോർഡുകളുടെ സ്വയംഭരണാവകാശം തകർത്ത്
അതിനെ സംസ്ഥാന സർക്കാരുകളുടെ വരുതിയിലാക്കാൻ മാത്രമാണ് വിവിധ കോട്ടകളിൽ നിലനിന്നിരുന്ന തെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വെച്ച് നോമിനേഷൻ സമ്പ്രദായം കൊണ്ടുവരുന്നത്. കേന്ദ്ര സർക്കാർ നീക്കത്തിലൂടെ വഖഫ് ബോർഡുകളിലെ പ്രതിപക്ഷ ശബ്ദമാണ് എന്നേക്കുമായി നിലയ്ക്കുക. സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ മെഗാഫോണായ വഖഫ് ബോർഡുകളെ അധപ്പതിക്കാൻ ആവില്ല. അങ്ങനെയും ഒരു പോയിന്റ് അദ്ദേഹം കൊണ്ടുവയ്ക്കുന്നുണ്ട്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ, അടുത്തതാണ് 8ാമത്തതാണ്, അവരുടെ വാർഷിക വരുമാനത്തിൻ്റെ 7% തങ്ങളുടെ വിഹിതമായി സംസ്ഥാന ബോർഡിന് കാലങ്ങളായി നൽകിയിരുന്നത്. അവരുടെ വരുമാനത്തിൻ്റെ 7% നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇതുപയോഗിച്ചാണ് വഖഫ് ബോർഡ് ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നതും. ഈ വിഹിതം 7-ൽ നിന്ന് 5 ഭേദഗതിയിലൂടെ കുറച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 7% എന്നുള്ളത് 2% കുറവോടുകൂടി അത് 5% മാറുന്നു. അപ്പം സ്വാഭാവികമായും ഈ കുറവ് വഖഫ് ബോർഡ് നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി തന്നെ ബാധിക്കും എന്ന് KT ജലീൽ പറയുന്നു. കേവലം നോക്കുകുത്തിയായി ബോർഡിനെ മാറ്റലാണ് ഇത്തരം കരിനിയമങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നുകൂടി KT ജലീൽ പറഞ്ഞു വെക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിം സമുദായത്തെ തുടക്കത്തിൽ തന്നെ ഭിന്നിപ്പിക്കുക, വഖഫ് ബോർഡിൽ മുസ്ലിം സമുദായത്തിനുണ്ടായിരുന്ന ഒരു വലിയ പ്രാതിനിധ്യം വെട്ടിക്കുറച്ച് കൊണ്ടുവരിക, അവരുടെ റവന്യൂവിൽ പോലും അല്ലെങ്കിൽ അവർ വിനിയോഗിക്കുന്ന ഫണ്ടിൽ പോലും കുറവ് വരുത്തുക, അവരുടെ മൊത്തത്തിലുള്ള സ്വത്ത് വകകളിൽ കുറവ് വരുത്തുക, അത് ഈ പറയുന്ന റവന്യൂ അടയാളപ്പെടുത്തലുകളിലൂടെ അതിനെ ഇല്ലാതാക്കുക തുടങ്ങിയ ഒരുപാട് നിയമങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ വിമർശനമാണ് വരുന്നത്. ഇപ്പോൾ JPC നമുക്കറിയാവുന്ന പോലെ ജോയിന്റ് പാർലമെന്ററി കൗൺസിൽ രൂപീകരിച്ച സമയത്ത് അതിനകത്തിലെ കണക്കുകൾ നമുക്ക് ഒന്ന് നോക്കാം. അതായത് 31 അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഈ സമിതിയിൽ ലോക്സഭയിൽ നിന്ന് 21 പേരും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളും അടങ്ങുന്നതാണ് ഇപ്പോൾ ഈ JPC എന്ന് പറയുന്നത്. ഇനി BJPക്ക് അതിനകത്ത് 12 അംഗങ്ങളും NDAക്ക് 16 അംഗങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ അവിടെ ഭൂരിപക്ഷം എന്നുള്ളത് എപ്പോഴും തീർച്ചയായും ഇവരിലേക്ക് തന്നെ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് BJPയും NDAയും അടങ്ങുന്ന വലിയൊരു സഖ്യകക്ഷിക്ക് അല്ലെങ്കിൽ ആ ഒരു കക്ഷിയിലേക്ക് തന്നെ, ആ ഒരു മുന്നണിയിലേക്ക് തന്നെ ഇത് വന്ന് ചേരുന്നു. അതിൻ്റെ ബാക്കിയുള്ള ഈ പറഞ്ഞ എന്തിനാണോ JPC രൂപീകരിച്ചത് അതിൻ്റെ എല്ലാ ഗുണത്തെയും എല്ലാ അവസ്ഥയും ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുതിയ അതിലെ അംഗങ്ങളുടെ കണക്കുകൾ വന്നിരിക്കുന്നത്. ആകെ പ്രതിപക്ഷത്ത് നിന്ന് ആകെ ഉള്ളത് വെറും 12 പേര് മാത്രമാണ്. അതായത് 31 അംഗ ഈ JPCയിൽ ആകെ പ്രതിപക്ഷത്ത് നിന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വെറും 12 പേരെയാണ്. അപ്പോൾ ഈ കുറവ് ചൂണ്ടിക്കാട്ടുകയും തങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KC വേണുഗോപാലും ET മുഹമ്മദ് ബഷീറും കൊടിക്കുന്നിൽ സുരേഷും അടക്കം ലോക്സഭയുടെ അതായത് നമ്മുടെ സ്പീക്കറെ പോയി കാണുകയുണ്ടായി. ആ സ്പീക്കറെ പോയി കണ്ടപ്പോൾ ഈ ലിസ്റ്റ് എല്ലാം നേരത്തെ തീരുമാനിച്ചതാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം. അതായത് കിരൺ റിജിജു ഉൾപ്പെടുന്ന ഒരു മന്ത്രി ഉൾപ്പെടുന്ന ഒരു സമിതി നേരത്തെ തന്നെ ആരൊക്കെ ആവണം ഞങ്ങളുടെ ഈ പറയുന്ന JPCയിൽ ഉൾപ്പെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് KC വേണുഗോപാൽ പറഞ്ഞ ചില കാര്യങ്ങളാണ്. അതായത് ഹരിയാനയിലും ജാർഖണ്ഡിലും കാശ്മീരിലും ഒക്കെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പറയുന്ന രാജ്യത്തിൻ്റെ ഒരു സ്വൈര്യ സ്ഥിതിക്ക് വിഘാതം ഉണ്ടാക്കി അതിനെ വോട്ട് ബാങ്കാക്കി മാറ്റാൻ BJP എക്കാലത്തും ശ്രമിച്ചിട്ടുള്ള ചില നയങ്ങൾ ഇവിടെ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്തവണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതിയിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും. രാജ്യത്ത് ഉള്ള ഒരു ഹാർമണി, കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്നതിനെ ഇവിടെ തട്ടിക്കളയാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. എല്ലാ കാലത്തും BJP ചെയ്തിരുന്നതും അത് തന്നെയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഈ ഷിയ വഖഫ് എന്നും സുന്നി വഖഫ് എന്നും പറയുന്ന മുസ്ലിം സമുദായത്തെ തന്നെ രണ്ടായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമവും ഈ പറയുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴും ഈ കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി തന്നെയാണോ, നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണോ എന്ന് നമ്മൾ 3, 4, 5 തവണ വട്ടം ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.